I've learned that there's an art to changing, that I'm the potter and the clay, I'm the canvas and the painter. ഇറ്റ്സ് മീ ഹെൽദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ലുൺ സിറ്റിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുള്ള സ്കോണയിൽ തന്നെയുള്ള ഈസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു ചിൽ ഫാം സ്റ്റേക്ക് വേണ്ടിയാണ് പോണത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ ആണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ലുൺ സെൻട്രൽ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് ഈസ്റ്റാഡ് എത്തിയത്. YSTAD എന്നാണ് അതിൻ്റെ ലെറ്റേഴ്സ് വരുന്നത്, പക്ഷേ ഈസ്റ്റാഡ് എന്നല്ലേ പറയാമൽ. ഓക്കെ, അപ്പം നമ്മളിനി ബസ്സിൽ കയറണം. ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ്സ് എന്ന ബസ്സിൽ കയറിയാൽ നമ്മൾ സ്റ്റേയിലെത്തും. നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങിയത് ഓപ്പോസിറ്റ് കാണുന്നത് കടലാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മളിപ്പം ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുകയാണ്. എനിക്ക് സംശയമുണ്ട് ഇത് ഈ ബസ് സ്റ്റോപ്പ് കടലിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുമോ. ചിലപ്പോൾ ആ സൈഡിലേക്ക് അവിടെ ഒരു റോഡുണ്ട്. ബസ്സിലിരുന്ന് ഇവിടെ സ്ഥലത്തെത്തി. നമുക്ക് അപ്പുറത്ത് നോക്കുമ്പോൾ കുതിരേനെ കാണാം. ഇതാണ് തോന്നുന്നു ഞങ്ങളുടെ ഫാം സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. നമ്മളിതേ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് അവർ എല്ലാ റൂമിലും എല്ലാം കാണിച്ചു തന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് സ്നോഫോള് ഞാൻ ആപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്യുക്ക് റൂം ടൂർ, ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അതൊരു ഫാം സ്റ്റേ ആണ് ഈസ്റ്റാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഫാം സ്റ്റേയിൽ വരുന്നത്. സോ വാ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മെയിൻ ഏരിയ. റൂം ഇവിടെയല്ല, പക്ഷേ ഇതാണ് ഒരു വൈഡായിട്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കട്ട്ലറി സാധനങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു TV ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ടേബിളും ചെയറും കൂടെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഫയർ പ്ലേസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഫയർ പ്ലേസ് ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ആൻഡ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു കൗച്ചും വലിയൊരു ലാമ്പും ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. കമോൺ, ഈ മിറർ കണ്ടോ? ഞാനും അവനും ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേഗം ഫുഡ് കഴിക്കാം. ആൻഡ് ഇവിടെയും അവർ അത്യാവശ്യം നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പറഞ്ഞ് നിങ്ങളിത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് കണ്ടോ, നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ കിച്ചണിൻ്റെ കുറച്ചധികം സാധനങ്ങൾ, മൈക്രോവേവ് ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്. ബാക്കി ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. കട്ട്ലറി സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂം കാണാം. ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ആക്ച്വലി 4 പേർക്ക് വരെ നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സോ ഇതൊരു ബങ്ക് ബെഡ്. നമുക്ക് ഹോസ്റ്റലൊക്കെ ഓർമ്മ വരുന്നു. അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു റൂം കേട്ടോ. പിള്ളേരെ കേട്ട് വരുമ്പോൾ പിള്ളേരെ ഇവിടെ കിടത്താം. ഓക്കെ, സോ ഇതാണ് മെയിൻ റൂം. സാധാരണ നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നിൽക്കുന്ന റൂമിനേക്കാളും വളരെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റൂഫൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ്സ് വെരി കോസി. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു എനിക്ക് ഇഷ്ടമാവോ എന്നൊക്കെ. ഇവിടെ ഒരു നല്ലൊരു കുഞ്ഞു മിറർ, നമുക്കൊരു കുഞ്ഞൊരു മിറർ ഉണ്ട്. ഒരു ചാമുണ്ട് കേട്ടോ റൂമിനൊക്കെ. പിന്നെ വാഷ് റൂം ആണ് അടുത്തത്. സോ ഇതാണ് നമ്മളെ വാഷ് റൂം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യൂബിക്കിളുണ്ട്. പിന്നെ ലോണ്ടറി ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മളെ റൂം ടൂർ. എന്ത് തോന്നുന്നു? സൂപ്പർ അല്ലേ? യെസ്. ആൻഡ് ഇപ്പം ഇനി എന്തായാലും സ്നോഫോളും ഉണ്ടാവും. നമുക്ക് സ്നോഫോളും കിട്ടും. ഇന്നിപ്പോൾ ലുണ്ടിലാണെങ്കിലും സ്നോഫോൾ ഉണ്ടെന്ന് ആപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും യെസ്. നല്ല കോസി വൈബുള്ള ഒരു ഫാം സ്റ്റേ. വുഡൻ ഇൻറ്റീരിയേഴ്സും
അവിടുത്തെ ഫേർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് പുറത്ത് നല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ പുറത്ത് തന്നെ കുറേ കുതിരയും ഒക്കെ ഉണ്ട്, ചുമ്മാ ഒന്ന് അവിടം വരെ നടന്നിട്ട് വരാമെന്ന്. ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, ഫുഡ് കഴിച്ചില്ല. പുറത്ത് തന്നെ ഇവിടെ 2-3 കുതിരകളുണ്ട്, അങ്ങോട്ടും ഉണ്ട് കേട്ടോ 1-2 കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത്ര വേറെ ഒന്നുമില്ല. എന്താ എനിക്ക് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്യൂരിയസ് കുതിരകളാണ്. ഞങ്ങള് ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര അപ്പുറത്ത് വരുന്നു, ഞങ്ങൾ അടുത്തേക്ക് വന്നു കുറേ തല കെട്ടുന്നു. പക്ഷെ ഞങ്ങൾ തൊട്ടില്ല, തൊടയിരുന്നു. പക്ഷെ തൊടരുതെന്ന് പറഞ്ഞല്ലേ നീ പറഞ്ഞേ? അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് പേടിക്കാൻ ചുമ്മാ നമ്മളില്ലാണ്ട് അങ്ങോട്ട് അവരില്ലാണ്ട് എടുത്ത് പോയത്. ഇപ്പം എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ, കുറച്ച് തണുപ്പുണ്ട് അങ്ങനെ. പക്ഷെ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല. ഞാനാണെങ്കിൽ കൈയൊന്നും എനിക്ക് അറിയണില്ല അങ്ങനെ. നമ്മളിത് റെഡി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഫീൽസ് ലൈക്ക് എത്രയാണോ? ഫീൽസ് ലൈക്ക് അറിയില്ല, പക്ഷെ -7 ആണ്. ഓക്കെ, എന്തായാലും ഒരു -11 ഒക്കെ ആയിരിക്കും ഫീൽസ് ലൈക്ക്. നേരത്തെ രാവിലെ എണീച്ചപ്പോൾ -15 ആയിരുന്നു. അതെ, പക്ഷെ തണുപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് മാത്രമല്ല, ആക്ച്വലി ഈ ഒരു വീക്ക് ഫുള്ള് സ്വീഡനിൽ ത്രൂ ഔട്ട് ഫുൾ സണ്ണാണെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കുതിരകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് തിരിച്ചാൽ കാണുമെന്ന് അറിയില്ല. നേരെ വ്യൂ ബീച്ചാണ്. ബീച്ചാണ് വെരി പ്രിറ്റി. കാണിച്ചറാം. I wrote a message in my notes that I'm never gonna send to you, saying I'm sorry. I guess you never really know what somebody's gonna do when they get lonely. ഒരു 10 മിനിറ്റ് നമ്മൾ ബീച്ചിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നമ്മൾ ഈസ്റ്റേർഡ് പോകും. ഇനി നടക്കണ്ടോ? ഓക്കെ, സോറി ഗൈസ്, എനിക്കറിയില്ലായിരുന്നു, തെറ്റുപറ്റിപ്പോയി. ഈ ചേട്ടനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ വന്ന വഴി എടാ ഇങ്ങോട്ടല്ല. ഹായ് ഹായ്, എടാ ഇത് നോക്കടാ. അല്ല നിങ്ങളിത് നോക്കൂ.
അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. എന്നിട്ട് അത് ബീച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആണ് കേട്ടോ. സ്നോ അല്ല, ഐസ്. കണ്ടോ കണ്ടോ? ഇപ്പോൾ സമയം ഒരു 11 മണി കഴിഞ്ഞ് 11:05 ആയിട്ടുണ്ട് കേട്ടോ. വർത്താനം പറയാൻ പറ്റുള്ള ഇവിടെയൊക്കെ മരം വയ്ക്കുന്നു. നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ഇറങ്ങിയത് അവിടെയാണ് കണ്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇനി ഈ സ്റ്റാൻഡിലേക്ക് ബസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ ബ്രോ? യെസ്, ബസ് വരുന്നതായിരിക്കും കാണാം. നമ്മൾ മഞ്ഞ കളർ ബസ് അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം തണുക്കുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഉള്ളിലിട്ട ഡ്രസ്സാണെങ്കിലും ഒരുപാട് ഇങ്ങനെ കുട്ടി അതൊന്നും അല്ല കേട്ടോ. I'm starting to feel away. No, we were not strings attached. Maybe we could take that back, make it what it isn't. I wanna be with you. We just get along so well. Want you, baby, to my side. You know we get together. Oh, we pass it up. I think I want forever. Maybe we found some luck. Maybe we found some love. Maybe it's all us. But am I crazy for trying? I'm crazy for you. Am I crazy for trying? And I'm crazy for you. Am I crazy for trying? And I'm crazy for you. And I'm crazy for you. Am I crazy for trying? നമ്മളിപ്പം അവിടെ ആ ബേക്കറിയിൽ നിന്ന് കുറച്ച് നേരം ക്ലേ ഒക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടെ കയറാൻ 50 crowns ഉണ്ട് പെർ പേഴ്സൺ. പിന്നെ നമ്മൾ മ്യൂസിയത്തിൽ കയറുന്നില്ല. ആൻഡ് ഇനിയിപ്പോൾ നമ്മളൊരു മൊണാസ്ട്രിയിലേക്കാണ് നടക്കുന്നത്. നമ്മൾ ഓസ്ട്രിയ പോയപ്പോഴും ഒരു മൊണാസ്ട്രി പോയിട്ടുണ്ട്. എന്താ മെൽക്ക് ആബി. ഉള്ളി കയറിയില്ല. യെസ്, അതിനടുത്ത് പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു മൊണാസ്ട്രിയിൽ പോകാം. പക്ഷെ അത് ഭയങ്കര ഗ്രാൻഡ് മോണാസ്ട്രി ഇതുപോലെയല്ലോ. ഓക്കെ, ഇതൊരു ചെറിയതോ ആണോ? ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു 650 മീറ്റർ നടന്നാൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കാം. ഇവിടെ കുറച്ച് ആൾക്കാർ വെയിൽ കായനിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്ര വിൻഡി അല്ല, പക്ഷേ സണ്ണുണ്ട്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ വെയിൽ കായനിരിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പം ശരിക്കും നമ്മൾ ലുണ്ടിലുള്ള സ്ട്രീറ്റ് പോലെ തന്നെ ഉണ്ട്. കുറച്ചും കൂടെ കളർഫുള്ളാണ് ലുണ്ടിലുള്ള പല വീടുകളും. ഇവിടെ കുറച്ചും കൂടെ ഒരു കുറച്ചൊന്ന് സട്ടിലായിട്ടുള്ള കളേഴ്സാണ്. പക്ഷേ അങ്ങനത്തെ ഒരു കുഞ്ഞ് സ്ട്രീറ്റ്. പക്ഷേ ഒട്ടും ആൾക്കാരില്ല കേട്ടോ. തീരെ തിരക്കില്ല. ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ കാറിൻ്റെ ബഹളമോ പിള്ളേരുടെ ബഹളമോ അങ്ങനെ ഒരു ബഹളവും ഇല്ലാത്ത വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം. അപ്പം നമ്മൾ നടക്കുന്നതിനിടയിൽ കണ്ടപ്പോൾ കാണിച്ചു തന്നു.
മ്യൂസിയത്തിലൊക്കെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു പ്രോൺസ് ചിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഫസ്റ്റ് വന്നത്. പിന്നെ നമ്മൾ രണ്ടുപേരും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈസ് ഓർഡർ ചെയ്തു. രാവിലെ ബസ് വന്ന് ഇറങ്ങിയില്ല, ആ സ്ഥലത്ത് തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തി കേട്ടോ. ഇതൊരു ഫെറി ടെർമിനലാണ് ഇവിടെ സൈഡിലുള്ളത്. ഇവിടുന്ന് പോളണ്ടിലേക്ക്, അതേപോലെ ജർമ്മനിയിലേക്ക്, ഡെൻമാർക്കിലേക്കൊക്കെ ഫെറി സർവീസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങോട്ട് ഓപ്പോസിറ്റ് നോക്കിയാൽ നമുക്ക് ബീച്ച് കാണാം. ബീച്ചല്ല, കടൽ കടൽ. ബാക്കിൽ വലിയൊരു ഫെറി കാണില്ല. നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനും അവനെ വിചാരിച്ചു പറയാൻ പറ്റുള്ള മരവിച്ചിട്ട് വിചാരിച്ചു ഇതൊരു ബിൽഡിംഗ് ആണെന്ന്. പക്ഷെ ആക്ച്വലി ബിൽഡിംഗ് അല്ല, ഇത് ഒരു ഡാനിഷ് ഐലൻഡാണ് ഇവിടെ അടുത്ത്. എന്തായിരുന്നു ഈശ്വര പറഞ്ഞു, ഇപ്പം പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. പേര് കണ്ടോ, ബോൺഹോം. അറിയില്ല, ബോൺഹോമിലേക്ക് പോകണം ഫെറിയാണ്. അപ്പോൾ ഇവിടുന്ന് ഫെറി സർവീസ് ഉണ്ട്. ഫെറിയിൽ പോയാൽ Baby, when I look in your eyes. നമ്മളങ്ങനെ നമ്മളെ ഫാം സ്റ്റേൻ്റെ അവിടെയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് കുറച്ച് നേരം ഇവിടെ മുന്നേ തന്നെ ബീച്ചല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയാലോ. എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഈ വഴി രാവിലെ നടന്ന വഴിയല്ല, അതിന് പാരലായിട്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട്, അതിലൂടെ നടന്നു നോക്കാം. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും അറിഞ്ഞൂടാ. അവിടെ എവിടെയെങ്കിലൊക്കെ പോയിരുന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും നോക്കാം. Don't take me away from you. I feel like I knew you then. Spent my days imagining the shape it would all take, and now it takes the shape of you. Everything takes the shape of you. My source of love and fear. If I could lose